ഹായ് ഓൾ, മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്ട്രെയിൻ എനർജി? ഗീവ് ദ എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ്. 5 മാർക്ക്, 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി. Derive expression for strain energy in a body subject to axial stress. 7 മാർക്ക്, 2018 ഏപ്രിലെ ക്വസ്റ്റ്യൻ ആണ്. Strain energy. Whenever a body is strained, the energy is absorbed in the body. ഒരു ബോഡി സ്ട്രെയിനിങ്ങിന് വിധേയമാകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്നു. The energy which is absorbed in the body due to straining effect is known as സ്ട്രെയിൻ എനർജി. ഒരു ബോഡിയിൽ സ്ട്രെയിനിങ് എഫക്റ്റ് കാരണം സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ദ സ്ട്രെയിനിങ് എഫക്റ്റ് ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സഡൻലി അപ്ലൈഡ് ലോഡ് ഓർ ലോഡ് വിത്ത് ഇമ്പാക്റ്റ്. ഒരു ബോഡിയിൽ സ്ട്രെയിനിങ് എഫക്റ്റ് സംഭവിക്കുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് കാരണമോ അല്ലെങ്കിൽ സഡൻലി അപ്ലൈഡ് ലോഡ് അല്ലെങ്കിൽ വിത്ത് ഇമ്പാക്റ്റ് ലോഡാണ്. ഹെൻസ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി when the load is applied suddenly or gradually or with impact. സ്ട്രെയിൻ എനർജി ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് സഡൻലി അല്ലെങ്കിൽ ഗ്രാജുവലി ഓർ ഇമ്പാക്റ്റ് ലോഡ് കാരണമാണ്. ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ലോഡ് ഇൻ സ്ട്രെച്ചിങ് ബോഡി. ഒരു ബോഡിയിൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നത് വർക്ക് ഡൺ ഡ്യൂ ടു അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആണ്. എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദി ബോഡി. The figure shows the load extension diagram of body under tensile test up to elastic limit. The tensile load P is increases gradually from 0 to value of P. The extension of body from 0 to value of X. ഇതാണ് ഫിഗർ. The load P perform work in stretching the body. This work will be stored in body as strain energy which is removable after the removal of load P. ബോഡി ലോഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം ചെയ്യുന്ന വർക്ക് ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ്. ഈ സ്ട്രെയിൻ എനർജി ലോഡ് റിമൂവ് ചെയ്യുന്നതിനൊപ്പം റിമൂവ് ചെയ്യാൻ കഴിയുന്നു. ലെറ്റ് P gradually applied load, L length of the body, X extension of body, A area of the body, V volume of the body, E Young's modulus, sigma stress induced in the body, U is the strain energy stored in the body. Work done by the load equal to area of load extension curve. Load extension curve എന്ന് പറയുന്നത് ട്രയാങ്കിൾ MON ആണ്. That is half px. Then load P equal to stress into area sigma A. Extension x equal to sigma by E into L. Substitute value of P and x in equation 1. Equation 1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ MON ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ ദി ലോഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ എ ഇൻറ്റു സിഗ്മ ബൈ ഇ ഇൻറ്റു എൽ ചെയ്യുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 2 ഇൻറ്റു വി എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം വർക്ക് ഡൺ ബൈ ലോഡ് ഇൻ സ്ട്രെച്ച്ഡ് ബോഡി ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡിയാണ്. ദെയർഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി U equal to sigma square divided by 2E into V. V is the volume, sigma is the stress, E is the Young's modulus. In an experiment, a bar of 30 mm diameter is subjected to a pull of 60 kN. The measured extension on a gauge length of 200 mm is 0.09 mm and the change in diameter is 0.0039 mm. Calculate Poisson's ratio and value of 3 moduli. 10 മാർക്ക്, 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം.
ലോഡ് പി ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 16 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് 16 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഡയമീറ്റർ ഈക്വൽ ടു 30 mm. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. π/4 30 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ 706.858 mm² എന്ന് കിട്ടും. ദെൻ ലെങ്ത് ഈക്വൽ ടു 200 mm. ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു 0.09. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈക്വൽ ടു 0.0039 mm. For longitudinal strain E equal to delta L by L, that is change in length by original length. Substitute ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 0.09 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ 4.5 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ദെൻ ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0039 ഡിവൈഡഡ് ബൈ 30. സോൾവ് ചെയ്യുമ്പോൾ 1.3 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ദെൻ പോയ്സൺസ് റേഷ്യോ മ്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.3 ഇൻറ്റു 10⁻⁴ ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 10⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 0.29 എന്ന് കിട്ടും. ദെൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ 706.858. സോൾവ് ചെയ്യുമ്പോൾ 84.883 Nm² എന്ന് കിട്ടും. ദെൻ യങ്സ് മോഡുലസ് ഇ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 84.883 ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 10⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 1.89 ഇൻറ്റു 10⁵ Nm² എന്ന് കിട്ടും. ദെൻ നമുക്ക് യങ്സ് മോഡുലസും മോഡുലസ് ഓഫ് റിജിഡിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു 2c ഇൻറ്റു 1 പ്ലസ് മ്യൂ. മോഡുലസ് ഓഫ് റിജിഡിറ്റി സി കാൽക്കുലേറ്റ് ചെയ്യാൻ E/2 ഇൻറ്റു 1 പ്ലസ് മ്യൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.89 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 0.29. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 73.26 ഇൻറ്റു 10⁻³ Nm² എന്ന് കിട്ടും. നമുക്കറിയാം യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ബൾക്ക് മോഡുലസ് കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.89 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.29. സോൾവ് ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു 10⁵ Nm² എന്ന് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ മാക്സിമം വാല്യൂ പോയ്സൺസ് റേഷ്യോ ക്യാൻ ഹാവ് 0.5. 5 മാർക്ക്. 2017 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ദെൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ E/3k ഈക്വൽ ടു 1 മൈനസ് 2 മ്യൂ. 1 - 2 മ്യൂ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ -2 മ്യൂ ഈക്വൽ ടു E/3k മൈനസ് 1 എന്ന് കിട്ടും. മ്യൂ ഈക്വൽ ടു E/3k മൈനസ് 1 ഇൻറ്റു -1/2. -1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മ്യൂ ഈക്വൽ ടു 1/2 മൈനസ് E/6k എന്ന് കിട്ടും.